വാര്യരും ദിലീപും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു വേദിയിൽ എത്തിയതായിരുന്നു. പക്ഷേ അവർ നേരിട്ട് കണ്ടപ്പോൾ സംഭവിച്ചതാണ് ഞെട്ടിച്ചതും. മാജിക് ഫ്രെയിംസിന്റെ കാക്കനാടുള്ള പുതിയ തിയേറ്റർ സമുച്ചയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും അവിടെ എത്തിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഓഗസ്റ്റ് 20 പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഓണം റിലീസ് ചിത്രം ഖലീഫയോടുകൂടി തിയേറ്ററിൽ പ്രദർശനം തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 18 മുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു. ഡിസ്ട്രിക്ട് മൂവീസ് ആപ്പ് വഴിയാണ് ബുക്കിംഗ്. മാജിക് ഫ്രെയിം സിനിമാസിലെ ഞങ്ങൾക്കെല്ലാവർക്കും ഇതൊരു അഭിമാനകരവും അവിസ്മരണീയമായ ദിവസമാണിത്. കൊച്ചി കാക്കനാട് മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ 50ാമത്തെ സ്ക്രീൻ പ്രവർത്തനം ആരംഭിച്ചതോടെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണിത് എന്ന് മാജിക് ഫ്രെയിംസിന്റെ സാരഥി ലിസ്റ്റൻ സ്റ്റീഫൻ പറയുകയും ചെയ്തു. ഇൻഫോർ പാർക്കിന് സമീപത്തെ തിയേറ്ററിൽ 4 സ്ക്രീനുകൾ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് LED സ്ക്രീനാണിത്. ഇവിടെയാണ് സിനിമാ താരങ്ങളൊക്കെ എത്തിയത്. അതിൽ മഞ്ജു വാര്യരെയും ദിലീപിനെയുമാണ് എല്ലാവരും ശ്രദ്ധിച്ചതും. പക്ഷേ അവർ ഒരുമിച്ച് കണ്ടപ്പോഴുള്ള നിമിഷമായിരുന്നു അതിശയമായതും. ഒരു കാലത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. പിന്നീട് ഇരുവരും വിവാഹമോചനത്തിലേക്ക് കടന്നത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. അതിനുശേഷം ദിലീപിന്റെ 2ാം വിവാഹവും നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടതും അടക്കമുള്ള സംഭവങ്ങളോടെ ദിലീപ് ആരാധകരും മഞ്ജു വാര്യർ ആരാധകരും 2 ചേരിയിലേക്ക് തിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ദിലീപിനൊപ്പം സിനിമകളിൽ എന്നല്ല പൊതുവേദികളിൽ പോലും കാണുന്നത് പതിവല്ല. ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരായിട്ട് പോലും സിനിമയുമായി ബന്ധപ്പെട്ടതോ അല്ലാതെയോ ആയ ഒരു പരിപാടിയിലും ദിലീപിനെയോ മഞ്ജു വാര്യരെയോ ഇതുവരെ ഒരുമിച്ച് കണ്ടിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ അമ്മ സംഘടന സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ദിലീപും മഞ്ജു വാര്യരും പങ്കെടുത്തിരുന്നു. മഞ്ജു വാര്യരുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ദിലീപും മകൾ മീനാക്ഷിയും മഞ്ജുവിന്റെ വീട്ടിലെത്തിയിരുന്നു. മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിൽ മഞ്ജു പങ്കെടുത്തിരുന്നില്ല. ദിലീപിനൊപ്പം പങ്കെടുക്കുന്നത് കാവ്യ മാധവൻ ആയിരുന്നു. സഹതാരങ്ങളുടെ മക്കളുടെ വിവാഹത്തിനും അത്തരത്തിലുള്ള സ്വകാര്യ ചടങ്ങുകളിൽ ദിലീപിനെയോ കാവ്യയോ പലപ്പോഴും കാണാറുണ്ടെങ്കിലും മഞ്ജുവിനെ അപൂർവമായേ കാണാറുള്ളൂ. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ വൈറലായതും. ഈ പരിപാടിയിൽ തിയേറ്ററിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചില വീഡിയോകൾ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ നടന്മാരും നടിമാരും ഒക്കെ ഏറ്റവും മുകളിലത്തെ സീറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു. എന്നാൽ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് ദിലീപ് വരികയും ചെയ്തത്. ദിലീപ് എത്തിയപ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചതാണ് പലരെയും അത്ഭുതപ്പെടുത്തിയത്. എല്ലാവരും കരുതുന്നത് ഇവർ തമ്മിൽ ദേഷ്യത്തിലായിരിക്കും, വഴക്കായിരിക്കും, കണ്ടാൽ മിണ്ടില്ല എന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ അവിടെ കണ്ട നിമിഷങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തി. ദിലീപിനെ കണ്ടതും എഴുന്നേറ്റ് നിൽക്കുന്ന മഞ്ജു വാര്യരെയും അതിനൊപ്പം തന്നെ മറ്റ് സഹതാരങ്ങളും എണ്ണീറ്റ് നിന്ന് ദിലീപിനെ സ്വീകരിക്കുന്നതുമാണ് കണ്ടത്. ഇതിനു മുമ്പും ദിലീപിനെ കണ്ട് ചാടി എഴുന്നേൽക്കുന്ന പൃഥ്വിരാജിനെ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ദിലീപിനെ കണ്ട് പൃഥ്വിരാജിന്റെ പ്രതികരണവും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഇപ്പോൾ മഞ്ജു വാര്യർ പോലും ദിലീപിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് സ്വീകരിച്ച രീതി വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും പല അഭിപ്രായങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇപ്പോഴും ദിലീപിന് ആ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. മഞ്ജു വാര്യർ ഒരു സീനിയർ നടനല്ലേ, ബഹുമാനിച്ചേക്കാം എന്ന് തുടങ്ങിയ അഭിപ്രായങ്ങൾ വരുമ്പോഴും ഈ ഒരു വേദിയിൽ എന്തിന് മറ്റൊരു രീതിയിൽ പെരുമാറണം എന്ന് പറയുന്നവരും ഉണ്ട്. തിയേറ്ററിന്റെ ഏറ്റവും പിറകിലെ നിരയിലാണ് ഇരുവരും ഇരുന്നത്. എന്നാൽ അടുത്തടുത്തുള്ള സീറ്റുകളായിരുന്നില്ല ഇവർ ഇരുന്നതും. മഞ്ജു വാര്യർക്ക് സമീപം ജയസൂര്യയും ദിലീപിനടുത്ത് തൃക്കാക്കര MLA ഉമാ തോമസും ആയിരുന്നു ഇരുന്നത്. മഞ്ജുവും ദിലീപും ഒരേ പരിപാടിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു. ഇരുവരും എത്തിയതോ തിരിച്ചുപോയതോ ഒരുമിച്ച് ആയിരുന്നില്ല. മാത്രമല്ല പരിപാടി നടക്കുമ്പോൾ വേദിയിലും മഞ്ജുവും ദിലീപും